നിർമ്മാണം ആരംഭിച്ച 2 വർഷം പിന്നിടുമ്പോഴും റോഡ് നിർമ്മാണം എങ്ങുമെത്താതെ ആയതോടെ ജനജീവിതം ദുരിതത്തിൽ. പത്തനാപുരം പുന്നല കറവൂർ അലിമുക്ക് റോഡും പത്തനാപുരം ഏനാത്ത് റോഡുമാണ് നിർമ്മാണത്തിലെ മെല്ലപ്പോക്കിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ റോഡെന്ന പേരിൽ 2 കൊല്ലം മുമ്പാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. പത്തനാപുരം പുന്നല കറവൂർ അലിമുക്ക് റോഡിലൂടെയുള്ള യാത്രയാണ് നാട്ടുകാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. FDR ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന ആദ്യ റോഡ് എന്ന പ്രഖ്യാപനത്തോടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2 വർഷം പിന്നിടുമ്പോഴും എങ്ങുമെത്തിയില്ല. പലയിടങ്ങളിലും നിർമ്മാണം ആരംഭിച്ച റോഡുകളിൽ കുണ്ടും കുഴിയും നിറഞ്ഞതോടെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതിലൂടെ ഇപ്പോൾ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഈ പ്രത്യേകിച്ചെന്ന് പറയുമ്പോൾ ഈ കൊച്ചു ടൂ വീലറിന് വലിയ ബുദ്ധിമുട്ടാണ്. വലിയ വണ്ടിക്ക് വലിയ പ്രശ്നമില്ല. ഈ 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് വലിയ ദുരിതം. ഇനി ഏത് കാലത്ത് തീരുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ റോഡ് വർഷങ്ങളായി 2 വർഷമെങ്കിലും ആയി കാണും ഈ റോഡിൻ്റെ പണി ആരംഭിച്ചിട്ട്. ഇന്ന് വരെ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെ കേരളത്തിൽ ഒരു റോഡും കാണത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ബൈക്ക് യാത്രയായാലും 2 വീലർ എല്ലാ വണ്ടിക്കും യാത്ര വലിയ ബുദ്ധിമുട്ട്. ഇവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ തന്നെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അവൻ മരിച്ചു പോകും. അതാ കണ്ടീഷൻ. കിഫ്ബിയിൽ നിന്ന് 65 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടതോടെ യാത്രക്കാരും പ്രതിസന്ധിയിലായി. എന്നാൽ 2 വർഷമായി ഈ പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. അതായത് ബൈക്കിലാണെങ്കിലും ഓട്ടോറിക്ഷയിലോ കാറിലോ ഒന്നും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. 2 വർഷം കൊണ്ട് പുന്നലയിലുള്ള അല്ലെങ്കിൽ കറവൂരുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചാണ് ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്നത്. ഹോസ്പിറ്റൽ കേസിലൊന്നും ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. റോഡ് പണിയെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ ആക്ഷേപങ്ങളൊന്നുമില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം, അതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. പുന്നല അലിമുക്ക് റോഡിന് സമാനമാണ് പത്തനാപുരം ഏനാത്ത് റോഡും. മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഇവിടെ. പുത്തൻ സാങ്കേതിക വിദ്യയോടും വികസനത്തോടും നാട്ടുകാർക്കും യാത്രക്കാർക്കും എതിർപ്പില്ല. പക്ഷേ വികസനം ഇങ്ങനെ പോകുമ്പോൾ അനന്തമായി നീണ്ടുപോകരുതെന്ന ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം.